മാസപ്പടി വിവാദത്തിൽ വീണ്ടും സർക്കാരിനെതിരെ മാത്യു കുഴൽനാടൻ എം.എൽ.എ. സ്വകാര്യ മേഖലയിൽ ധാതുഖനനം പാടില്ലെന്ന നയത്തിൽ ഇടതുപക്ഷം വെള്ളം ചേർത്തെന്നും CMRL-നെ സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടെന്നും കുഴൽനാടൻ പറയുന്നു. ഭൂപരിധി നിയമം ലംഘിച്ചാണ് ഇടപാടുകൾ നടന്നത്. 40,000 കോടിയുടെ മണൽ ഖനനം ചെയ്തു. മുഖ്യമന്ത്രി ഇതിൽ നേരിട്ട് അപേക്ഷ സ്വീകരിച്ചെന്നും കുഴൽനാടൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു കാരണവശാലും സ്വകാര്യ വ്യക്തികൾക്ക് കമ്പനികൾക്ക് കരിമണൽ ഖനനം അനുവദിക്കേണ്ടതില്ല എന്ന് കാറ്റഗോറിക്കലായിട്ട് ക്ലോസ് ചെയ്ത പോളിസി പൊസിഷൻ, സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കേണ്ടതില്ല എന്നതിനെ ഡൈലൂട്ട് ചെയ്ത് അന്നത്തെ വ്യവസായ നയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവൺമെന്റ് വെള്ളം ചേർത്ത് CMRL-ന് ആ ലീസിന് ലൈഫ് നൽകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2019 കേന്ദ്ര സർക്കാരിന്റെ റൂൾസ് വന്ന് അത് ടെർമിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഉള്ള ഡയറക്ഷൻ. അപ്പൊ ലീസിന് ലൈഫ് കൊടുക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചതാണ് പാർട്ട് നമ്പർ 1. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ച് അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവിലും മിനിറ്റ്സിലും ആ പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്ത് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണല് നിസ്സാര വിലക്കെന്നല്ല, ത്രോ എവേ പ്രൈസസ്, ഒരു 40,000 അബവ് ഉള്ള 40,000 crore അബവ് ഉള്ള ഒരു കരിമണലിന്റെ വാല്യൂ ഡെപ്ത് ഉള്ള ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചെയ്യുന്നുണ്ട്. സൂര്യഗായത്രി, മാസപ്പടി വിവാദത്തിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് മാത്യു കുഴൽനാടൻ MLA ഉന്നയിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായാണ് മാത്യു കുഴൽനാടൻ MP ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. തന്റെ മൂന്നാമത്തെ ഈ ഒരു സംഭവം, മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാമത്തെ പാർട്ടായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിരെ കൂടുതൽ ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ എത്തിയിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കില്ലെന്ന നയത്തിൽ മുഖ്യമന്ത്രി വെള്ളം ചേർത്തു എന്നൊരു ആരോപണമാണ് മാത്യു കുഴൽനാടൻ ആരോപിച്ചിരിക്കുന്നത്. 40,000 കോടിക്ക് മുകളിൽ മൂല്യം വരുന്ന മണലാണ് തോട്ടപ്പള്ളിയിൽ നിന്നും നീക്കം ചെയ്തതെന്നും മാത്യു കുഴൽനാടൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. കൂടാതെ CMRL-നായി മുഖ്യമന്ത്രി ഇടപെട്ടതായും വകുപ്പില്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി നേരിട്ട് ഫയൽ വിളിച്ചു വരുത്തിയതായിട്ടും ഒരു ആരോപണം ഉയർത്തി. റവന്യൂ വകുപ്പിനെ മറികടന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ പുറത്തു കൊണ്ടുവരുമെന്നും കുഴൽനാടൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങൾക്ക് ഇതുവരെ സർക്കാരോ CPM-ഓ മറുപടി പറയുന്നില്ലെന്നും കുഴൽനാടൻ ആരോപിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാസപ്പടി വിഷയത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ വീണ വിജയനെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. വീണ വിജയനെയാണ് കുറ്റക്കാരിയായിട്ട് പറയുന്നത്. എന്നാൽ വീണ വിജയനല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യഥാർത്ഥ പ്രതി എന്ന നിലയ്ക്കായിരുന്നു മാത്യു കുഴൽനാടന്റെ ഇന്നത്തെ ആരോപണങ്ങളൊക്കെ തന്നെയും. വീണ വിജയനോട്, തന്റെ മകളോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ താൻ ചെയ്ത തെറ്റ് തുറന്നു പറയാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇന്ന് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചത്. കൂടാതെ മന്ത്രി P. രാജീവിനെയും അതുപോലെ തന്നെ മന്ത്രി P. രാജീവിനെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സൂര്യഗായത്രി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി.